കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് പ്രവർത്തിക്കുന്ന വിദ്യാരാജ് അക്കാദമി ഏപ്രിൽ 13 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ സംഘടിപ്പിച്ച സമ്മർ വെക്കേഷൻ ലാംഗ്വേജ് ക്യാമ്പ് സമാപിച്ചു. മേലാങ്കോട്ട് പ്രവർത്തിക്കുന്ന വിദ്യാരാജ് അക്കാദമി ഏപ്രിൽ 13 മുതൽ സംഘടിപ്പിച്ച സമ്മർ വെക്കേഷൻ ലാംഗ്വേജ് ക്യാമ്പ് സമാപിച്ചു. സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി ലൈബ്രറി കൌൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ഉദ്ബോധിപ്പിക്കുകയും ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തു. ബഹുസ്വരത, ഭാഷയുടെ കാര്യത്തിൽ ബഹുസ്വരതയുള്ള നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഭാഷ മാത്രം പോരാ, ഒന്നിലധികം ഭാഷ. കർണാടകത്തിൽ പോകുമ്പോൾ അവിടെ കർണാടകമാണ്, ചിലപ്പോൾ ഇംഗ്ലീഷ് പോലും ഉണ്ടാവില്ല. ഈ സ്ഥാപനങ്ങളുടെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്ഥാപനങ്ങളുടെ പേരെഴുതി വെച്ച ബോർഡിൽ നമ്മളിവിടെ മലയാളവും ഇംഗ്ലീഷും കാണും, പക്ഷെ അവിടെ കർണാടകം മാത്രമേ പല സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് വല്ലാതെ ബുദ്ധിമുട്ടി പോകും. ഇപ്പുറത്താണെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴാണ്, പിന്നെ തെലുങ്ക്, തൊട്ടപ്പുറത്ത് പോയ തെലുങ്ക്, പിന്നെ മറാത്തിയുണ്ട്, ബംഗാളിയുണ്ട്, ഹിന്ദിയുണ്ട്. ഇങ്ങനെ ബഹുഭാഷകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഭാഷ മാത്രം പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. ഭാഷയുടെ കാര്യത്തിൽ ഉള്ള പരിമിതി, ഞാനിപ്പോൾ അടുത്ത് വായിച്ചൊരു ജീവചരിത്ര ഗ്രന്ഥത്തിൽ എനിക്ക് വളരെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ മന്ത്രിയൊക്കെ ആയിരുന്ന EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ മാതൃഭൂമി ബുക്സ് 2 മാസം മുമ്പ് പ്രസിദ്ധീകരിച്ചു. വിദ്യാരാജ് അക്കാദമിയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ വിനയരാജ് KP സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.